ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ സ്പെഷ്യൽ പയറുകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അല്പം ഉള്ളി, ചെറിയുള്ളിയും വലിയുള്ളിയും സവാളയും കൂടി മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വേപ്പിലയിട്ട് ആ ഉള്ളി ചതച്ചതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇത് വഴറ്റിയെടുത്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് മസാലപ്പൊടികളാണ് ചേർക്കാനുള്ളത്. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് വൻപയറാണ് കേട്ടോ, വലിയ പയറില്ലേ വൻപയർ, അതാണ് കറി ഉണ്ടാക്കുന്നത്. അല്പം വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുമന്ന പയറില്ലേ, അതാണ് കേട്ടോ വൻപയർ എന്ന് പറയണത്. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, വൻപയർ എന്നാണ് പറയണത്. അപ്പോൾ അത് ഇങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലിട്ടിട്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് പൊടികൾ ചേർക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ക്രഷി ചില്ലിയില്ലേ, ഇടിച്ച മുളക് എന്ന് പറയില്ലേ, ആ ഇടിച്ച മുളകും ഇത് ഗരം മസാല ഒരു പൊടിക്ക് കൊടുത്ത് പിന്നെ ഇടിച്ച മുളകും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു സ്മെല്ലും ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തിട്ട് പിന്നെ ഇതിനകത്ത് ഞങ്ങൾക്ക് പയർ വേവിച്ചത് അങ്ങോട്ട് തട്ടി കൊടുക്കാം. അപ്പോൾ ആ പയർ വേവിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത്, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് അടച്ച് വെക്കണം കുറച്ച് സമയം വരെ. വെന്ത പയറാണ് എങ്കിലും ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് അത്ര മതി. 2 മിനിറ്റായി. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോഴേ നന്നായിട്ട് കുഴഞ്ഞ് മസാലയും ഉള്ളിയും മസാലയും പിന്നെ പയറും എല്ലാം കൂടി ഒന്ന് ഒന്നിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും ലഞ്ചിനും കൂടി കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. കറിക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനൊരു കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ് കഴിക്കാനായിട്ട്, ഇടിയപ്പം, പുട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക് യു. സപ്പോർട്ട് ചെയ്യാത്തൊരു സപ്പോർട്ട് ചെയ്യണേ. ബൈ.